ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രിവാൻഡ്രത്ത് അവസാനത്തെ 2 മാസം ഉത്സവങ്ങളുടെ പൂരമായിരുന്നു. അപ്പോൾ മാക്സിമം വീഡിയോസുകൾ നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസത്ത് വേറെ കുറേ തിരക്കുകൾ കാരണമാണ് നമ്മൾ അവസാനത്തെ ക്ഷേത്രങ്ങളിലെ കുറച്ച് വീഡിയോസുകൾ ഇടാൻ വേണ്ടി കുറച്ച് ഡിലേ ആയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് കരിക്കകം ക്ഷേത്രത്തിൽ നാളെ പൊങ്കാലയാണ്. അപ്പോൾ ആ പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു തിരക്കും അതോടനുബന്ധിച്ചിട്ടുള്ള അടിപൊളി വിഷ്വൽസുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വോയിസ് ഓവറായിട്ടാണ് ഈ ഒരു വിഷ്വൽസ് നമ്മൾ കാണിക്കുന്നത്. ആ ഒരു കാണിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇഷ്ടംപോലെ പാട്ടും കച്ചേരിയും എല്ലാ സംഭവവും നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ ഇടുന്നത്. ഇഷ്ടംപോലെ ചട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. കരിക്കകം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ റീസെൻ്റായിട്ട് 2.25 കോടി രൂപയുടെ തൂക്കുപാലം, ഹൈഡ്രോളിക് തൂക്കുപാലം ഈ ഇടയ്ക്കാണ് ഉദ്ഘാടനമായത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ മുതലും അതിൻ്റെ പ്രോഗ്രസ്സിങ് അടക്കം എല്ലാ വീഡിയോസുകളും മാക്സിമം നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നതെല്ലാം കരിക്കകം ക്ഷേത്രത്തിലെ വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ്. രാത്രിയൊക്കെ ആൾക്കാരാണെങ്കിൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി സ്ഥലങ്ങൾ പിടിച്ചിരിക്കുന്നതും അതോടൊപ്പം തന്നെ കച്ചവടക്കാരുടെ ആ ഒരു തിരക്കും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രമായാലും ശരി, പഴഞ്ചിറ ക്ഷേത്രമായാലും ശരി, ഏത് ക്ഷേത്രമായാലും ശരി, ട്രിവാൻഡ്രത്തെ പൊങ്കാല എന്ന് പറയുന്നതും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മൾ ഈ ഒരു പൊങ്കാലയിൽ മാക്സിമം പൊങ്കാല വിഷ്വൽസും അതോടനുബന്ധിച്ചുള്ള വിഷ്വൽസൊക്കെയാണ് നമ്മൾ പൊതുവെ കാണിക്കുന്നത്. ഇത്തവണ കുറച്ച് കൂടുതലായിട്ടുള്ള വേറെ കുറേ വർക്കുകളൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് നമ്മൾ അവസാനത്തെ പഴഞ്ചിറ ക്ഷേത്രത്തിലെ പൊങ്കാല വീഡിയോസിൽ മാക്സിമം ഇടാൻ പറ്റാതെ പോയത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കൊല്ലത്തെ വലിയ പൊങ്കാലയായിട്ടുള്ള പുതിയകാവ് പൊങ്കാല വിശേഷങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ കരിക്കകം ക്ഷേത്രത്തിലെ കിടിലം വിഷ്വൽസ്, പ്രത്യേകിച്ചും പൊങ്കാല വിശേഷങ്ങളും ഫുഡിങ്സ് വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു വൈബാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ലൈറ്റിൻ്റെ ഡെക്കറേഷൻസും മറ്റ് സംഭവങ്ങളൊക്കെ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്, അടിപൊളി വൈബാണ്, അടിപൊളി ആംബിയൻസാണ്. ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട് കേട്ടോ. തട്ടുകടയിൽ കൂടുതലും ഐസ്ക്രീം ഐറ്റംസുകളും അതോടൊപ്പം തന്നെ ഫാൻസി ഐറ്റംസുകളും പിന്നെ അതുകൂടാതെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന കടകളാണ് കൂടുതലായിട്ടും ഉള്ളത്. അതോടൊപ്പം കുറച്ച് സ്നാക്സ് ഐറ്റംസുകൾ, നമ്മുടെ പാനിപൂരി, ഉത്സവത്തിൻ്റെ സമയത്തിലുള്ള പാനിപൂരി ഐറ്റംസുകൾ, കടൽ ഐറ്റംസുകൾ, സുണ്ടൽ കടൽ ഐറ്റംസുകൾ, അതുപോലുള്ള കുറേ ഫുഡിങ്സിൻ്റെ കുറച്ച് സെഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിനായിട്ടുള്ള ഒരു കവാടം വഴി നേരെ നമ്മൾ പോകുന്നത് കരിക്കകം ക്ഷേത്രത്തിൻ്റെ ആ ഒരു മുന്നിലാണ്. അപ്പോൾ മുന്നിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്തിന് നമുക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഓലയും തൊണ്ടും കൊതുമ്പും എല്ലാം സംഭവമായിട്ട് നേരെ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണെങ്കിൽ സ്ഥലം പിടിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഗൈസ്. നല്ല രീതിയിൽ ലൈറ്റ് കിടിലായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ നമുക്ക് ഉത്സവത്തിനൊക്കെ കാണാൻ വേണ്ടി പോകുന്ന ടോയ്സ് ഐറ്റംസിലൊക്കെ ആ ഒരു സെയിൽസൊക്കെ കാണുമ്പോഴേക്കും പഴയ കാലങ്ങളിൽ നമ്മൾ പല ഉത്സവങ്ങളിലും അതോടൊപ്പം തന്നെ പല ഫെസ്റ്റിവലിലൊക്കെ ആണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് നടന്ന് ടോയ്സൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നോസ്റ്റാൾജിയ എൻ്റെ കൺമുമ്പിലുണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഉത്സവത്തിൽ പറയാൻ പോകുന്നതും എല്ലാ ഉത്സവത്തിലോടൊപ്പം തന്നെ ഇത്തവണയും KSRTCയുടെ ഇഷ്ടംപോലെ സർവീസുകളുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ആക്സസിബിൾ ആയതിൻ്റെ പേരിൽ KSRTCയുടെ വലിയ അനന്തപുരി ബസ്സുകളാണ് കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആറ്റുകാലിൽ കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് ഇലക്ട്രിക് ബസ്സുകളാണ് കൂടുതലായിട്ട്. ഇലക്ട്രിക് ബസ്സുകളാണ് ആക്ച്വലി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കൺവീനിയൻറ്റ്. പ്രത്യേകിച്ചും ഭക്തജനങ്ങൾക്ക് വെറും 10 രൂപ നിരക്കിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ബസ് ആക്സസിബിളാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബസ്സിലോടൊപ്പം തന്നെ അനന്തപുരി ബസ്സുകളും എല്ലാ സംഭവം ലാഭം തന്നെയാണ്. പക്ഷേ ഇലക്ട്രിക് ബസ്സാണെങ്കിൽ വെറും 10 രൂപയ്ക്ക് നമുക്ക് നാട് ചുറ്റാനും പറ്റും. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വന്നു പോകുന്ന ഭക്തജനങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആകും എന്നുള്ളതും വേറെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു കവാടത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോയതിന് ശേഷം ആ ഒരു സൈഡിലുള്ള വിഷ്വൽസും ആ ഒരു സൈഡിലുള്ള ക്രൗഡും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.
അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു കവാടം കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ക്യൂ വൈസായിട്ടാണെങ്കിൽ നേരെ കരിക്കകം ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഏകദേശം 50,000-ലധികം വരുന്ന ഭക്തജനങ്ങൾ കരിക്കകം ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ വരും എന്നാണ് അനൗദ്യോഗിക കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ക്യൂ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വലിയ രീതിയിലുള്ള തിരക്കില്ല, എന്നാലും കുഴപ്പമില്ല. രാത്രി കുറച്ച് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്നാക്സ് ഐറ്റംസിലൊക്കെ സെയിൽ ചെയ്യുന്ന കുറച്ച് സെഷനും കൂടെ നമ്മൾ കാണിച്ചതിന് ശേഷമായിരിക്കും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ സുണ്ടലും അതോടൊപ്പം തന്നെ കടലയും ചോളം അവിച്ചതും പൊള്ളിച്ചതും പൊള്ളിക്കാത്തതും ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പാനിപ്പൂരി വന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസാണ്. ആര് ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞാൽ പാനിപ്പൂരി കഴിക്കുമെന്നുള്ളത് വേറൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ പയ്യനാണെങ്കിൽ വേണോ വേണ്ടെന്ന് ചോദിച്ചു. ആക്ച്വലി നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടാണ് നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് മാക്സിമം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വേറെ കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ ആണെങ്കിൽ നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാംസ് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള വസ്തുത. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കരിക്കം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗത്ത് ഏകദേശം 10ഓളം ചെമ്പിലാണെങ്കിൽ ഫുഡിങ്സിൻ്റെ സംഭവമാണെങ്കിൽ റെഡിയാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതിന് വേണ്ടി ചേട്ടന്മാരാണെങ്കിൽ രാത്രി ഫുള്ളും തയ്യാറെടുപ്പിലാണ്. ആ ഒരു കുക്കിങ്ങിൻ്റെ മേക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗൈസ് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലൈവായിട്ടുള്ള വോയിസൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ കച്ചേരിയും പാട്ടും സിനിമാറ്റിക് പാട്ടും അതോടൊപ്പം തന്നെ ആ ഒരു കലോത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു കലാ പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ടുള്ള മ്യൂസിക്കൊക്കെ കാണുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് നമ്മൾ അതൊക്കെ ആണെങ്കിൽ മാക്സിമം കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോസുകളും എസ്പെഷ്യലി ട്രിവാൻഡ്രം റിലേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവലായാലും ശരി, ഇതുപോലുള്ള ഉത്സവങ്ങളായാലും ശരി, അല്ലാത്തതായാലും ശരി, എല്ലാ സംഭവങ്ങളും നമ്മുടെ ചാനൽ കൂടെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഫെസ്റ്റിവലും ഉത്സവവും എല്ലാം ഒന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് കൊളോക്കിയലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ വളരെ ധൃതിയിലാണെങ്കിൽ ഫുഡിങ്സിന് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ആണെങ്കിൽ വളരെ സ്പീഡിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. വലിയ ചെമ്പ് നിറച്ച് സവാള എല്ലാം സംഭവം റെഡിയാക്കുന്നു. അപ്പോൾ നമ്മൾ വെളിയിലുള്ള കുറച്ച് ക്ലിപ്പിംഗ്സ് കൂടെ കാണിച്ചതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി മറക്കാതെ വെയിറ്റ്